ഇല്ല, വീഴ്ച സംഭവിച്ചില്ല. കാരണം ഒന്ന് ഹോസ്റ്റലിൽ നിന്നല്ല പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അല്ല, കോളേജിൽ നിന്ന് പൊതുവെയുള്ള പണപ്പിരിവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ, ആയിരിക്കില്ല. കാരണം അത്രയും ആകെ 60 പേരേ ഉള്ളൂ. അതിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കും, വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ്. പിടിക്കാനുള്ള സാഹചര്യം ഇവിടെ വന്നില്ലേ? കോളേജിലേക്കായിരിക്കാം ആണ്. കാരണം ഇന്ന് ഹോസ്റ്റലിലേക്കായിരിക്കില്ല എന്നാ പറഞ്ഞത്. ഹോസ്റ്റലിലേക്കായിരിക്കില്ല. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിയത് ഈ മറ്റു വിദ്യാർത്ഥികളുടെ ഒരു കോളേജിലേക്ക് ക്യാമ്പസിലുണ്ടായിരുന്ന സാധനം ഓടി രക്ഷപ്പെട്ടെന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ മറ്റു വഴികളിൽ കൂടെ കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് സാറ് തന്നെ പറയുന്നു. അപ്പൊ ഈ കുട്ടികൾ ഒരു പക്ഷേ അറിയാതെ അത്തരത്തിൽ ഈ കോളേജിൽ കടന്നവർ സൂക്ഷിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെയൊക്കെ അതൊരു വളരെ ഗൗരവമായ ഒരു നമ്മളിപ്പോ 51 ഏക്കർ സ്ഥലമുണ്ട്, ചുറ്റുമതിലുണ്ട്. പക്ഷെ പല ഭാഗങ്ങളിൽ ഇത്തിരി വീക്കായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊന്നും പെട്ടെന്ന് നമ്മളീ പറയുന്ന പോലെ ഒരു 6 മാസം കൊണ്ടൊന്നും സോൾവ് ചെയ്യാവുന്ന പ്രശ്നമല്ലല്ലോ. ബ്ലാക്ക് സ്പോട്ടായി മാറുകയാണ്. ഇല്ല, അത് തെറ്റാണ്. കാരണം നിങ്ങളിപ്പോ ചോദിക്കുകയല്ലേ ബ്ലാക്ക് സ്പോട്ടായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനിഷ്ട സംഭവം ഉണ്ടായതിനു ശേഷം പറയുകയാണെങ്കിൽ ഞാൻ സമ്മതിക്കും. അത് പിടിച്ചതല്ല, ഇതിന്റെ ഭാഗമാണ്. അതായത് സംഭവം ഇവിടെ ഉണ്ട്. അതിന് എന്ത് നടപടികളാണ് മുൻപ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? അതിന്റെ ഭാഗമാണ് ഇന്നലെ നടന്ന സംഭവം. ഞങ്ങൾ നിരന്തരം അവരറിയിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും അവര് റെയ്ഡ് ചെയ്യും. വ്യക്തമായിട്ട് അത് നമ്മളെ അറിയിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അവരുടെ സെക്യൂരിറ്റി റീസൺസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ലീക്കായി പോകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തി അവരുടെ ഒരു നടപടി ആയിരിക്കാം. പക്ഷേ ഇടപെടൽ ഉണ്ടാകും എന്നുള്ളത് നിരന്തരം നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. സ്പെഷ്യൽ ബ്രാഞ്ച്, അതേപോലെ കളമശ്ശേരി പോലീസ്, നാർക്കോട്ടിക്സ് വിങ്, ഇവരെല്ലാം നിരന്തരം ദിവസം 1-2 തവണ വിളിച്ച് ഇത് ഈ പറയുന്ന പോലെ ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അത് ഞങ്ങൾക്ക് അതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് വലിയൊരു ക്യാമ്പസിൽ വേണ്ടത്ര സുരക്ഷയും ഇത് ഇങ്ങനെ അകത്തേക്ക് വരുന്നതിലൊക്കെ അതിനൊക്കെ യഥേഷ്ടം വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ ഇപ്പോൾ? ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ ഗേറ്റ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, വാച്ച്മാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും വിപുലമായ ക്യാമ്പസ് ആകുമ്പോഴത്തേക്ക് കുട്ടികളല്ലേ, അവർ വേറെ മാർഗങ്ങൾ വഴി കയറാൻ ഇപ്പൊ പക്ഷെ രാത്രി കാലങ്ങളിൽ ഇപ്പൊ നടപടിക്ക് ശേഷം കുറവാണ്. കുട്ടികൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഇങ്ങനെ? ഇല്ല. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കാം. ഈ പിടികൂടിയ 2 പിള്ളേർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അവര് പറയുന്നത് അവരിവിടെ ഉണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു. അപ്പോ മറ്റു വിദ്യാർത്ഥികൾ, അതായത് പുറത്തുനിന്ന് കുറച്ച് ആളുകൾ ഈ ക്യാമ്പസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ മുറിയിൽ നിന്ന് ഇത് പിടിച്ചെടുത്തു. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് വന്നുള്ള ആളുകൾ അവിടെ കൊണ്ടുവെക്കുകയും ഈ പിടിയിലായ വിദ്യാർത്ഥികൾ ചെയ്യുന്ന സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ അത് കോളേജിന്റെ അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് 2 സ്ഥലത്തു നിന്നാണ് പിടിച്ചത്. ഒരു സ്ഥലത്തു നിന്നാണ് ഈ ക്വാണ്ടിറ്റി കൂടുതൽ പിടിച്ചിരിക്കുന്നത് മനസ്സിലാകും. മറ്റൊരു സ്ഥലത്ത് ക്വാണ്ടിറ്റി കുറവാണ്. എനിക്ക് നിയമപരമായിട്ട് എനിക്കതിനെക്കുറിച്ച് സത്യം പറഞ്ഞൊരു വ്യക്തതയില്ല. അത് ഇനിയിപ്പോൾ ഇന്നലെ 4 മണിക്കല്ലേ റെയ്ഡ് കഴിഞ്ഞത്. അതിനുശേഷം ഇന്നിപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴേ അതിന്റെ ഒരു നിയമപരമായിട്ട് എങ്ങനെ, കാരണം നമ്മൾ അതിനകത്ത് ഒരു കാഴ്ചക്കാരനുള്ള രീതിയിൽ അപ്പുറം നമുക്ക് തുടർ നടപടിയല്ല, ഇത് നിലവിലുള്ള നടപടി കണ്ടിന്യൂ ചെയ്യുക. നടപടി ഇപ്പം അക്കാഡമിക് കൗൺസിൽ കൂടി അവരെ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പം അവർ ഫൈനൽ ഇയേഴ്സ് ആണ്. എനിക്കൊന്ന് ഒരാഴ്ചയും കൂടെ ക്ലാസ്സിൽ ഉണ്ടാവുകയുള്ളൂ. കുട്ടിയുടെ ഭാവിയെ ബാധിക്കാത്ത രീതിയിലുള്ള നടപടികൾ.